നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇതിൽ ഞാൻ ചിക്കൻ ഒക്കെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഓവർനൈറ്റ് അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല 2 ടേബിൾ സ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് 5 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പുതിനയില മല്ലിയില ഇത് ചതച്ചെടുത്ത് ചേർത്തതാണ് ഇത് ഞാൻ നല്ലതുപോലെ പുരട്ടി രാത്രി മുഴുവൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണിത് ഇത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം എങ്കിലേ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ പിടിക്കുകയുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് പുതിനയിലയൊക്കെ ചതച്ചാണ് ഞാനിതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് തൈരൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അത് ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടും ഇത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളത് ചതച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയൊരു സവാള ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില പുതിനയില ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷാജീരകം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ സവാള 2 ടൊമാറ്റോ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് വറുത്ത് മാറ്റി വെക്കണം നമ്മൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഈ ബിരിയാണി മുഴുവനും ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം ഈ എണ്ണയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇത് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളത്തിലിടാനുള്ളതാണിത് ഇതിലേക്ക് ഞാൻ 4 ഏലക്ക 4 ഗ്രാമ്പു 2 പട്ട ഒരു ചെറിയ തക്കോലം ഇത്ര എടുക്കുന്നുണ്ട് ഇത് നമ്മൾ അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിക്കുകയാണ് അപ്പം ഞാൻ കുറച്ചേറെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ അവസാനം ഈ അരി വെന്ത് കഴിയുമ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ എപ്പോഴും അല്പം കൂട്ടിയിടണം ചോറിന് എന്നാലേ ഉപ്പ് ആവശ്യത്തിന് കാണുള്ളൂ ഇപ്പം നമ്മൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എപ്പോഴും നമ്മൾ ഈ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വരണം നമ്മുടെ ചോറ് വേവാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇത് ഈ ഇട്ടിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും എല്ലാം ഞാൻ കോരി മാറ്റും കാരണം ഇത് വെന്ത് ഇതിനകത്തിലെ ആ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് ബസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്
4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാനിത് സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോകരുത് അരി ഒരിക്കലും. കറക്റ്റ് വേവായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടൊമാറ്റോയും സവാളയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഇല്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിക്ക്, ചിക്കൻ കറിയാണ്, ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ മുളക് പൊടിയുടെ എരിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇതെല്ലാം നല്ലതുപോലെ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണം. നമ്മുടെ തിക്ക് ഗ്രേവിയാണ്. അപ്പം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതെല്ലാം ഞാൻ ഒരേ സമയത്താണ് ചെയ്യുന്നത്. നമ്മുടെ ചോറിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചില ചിക്കൻ ബിരിയാണിയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി പുളി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നിങ്ങൾക്ക് പുളി ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോയിട്ടുമില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ കറി കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറിയൊക്കെ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷുഗറും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വെച്ചും കൂടെ നല്ലതാണ്. ഈ സമയം ഞാൻ കുറച്ച് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ നല്ല തീ കൂട്ടി വെച്ചിട്ട് വേഗം വറുത്തെടുക്കും. ഇത് നമുക്ക് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രേവിയൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ചിലരാണെങ്കിൽ സെപ്പറേറ്റ് ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരുമിച്ചിട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിയുടെ ഒരു ലെയർ, പിന്നെ റൈസ് ലെയർ, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, റൈസൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചോറ് പൊടിഞ്ഞു പോകാതെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ആവി വരുന്നിടം വരെ ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ തന്നെ, ഇത് നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഡയറക്റ്റ് ഫ്ലെയിം വെച്ച് വേവിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അടി പിടിക്കുന്ന പാത്രമാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ കരിഞ്ഞു പിടിക്കത്തില്ല. ഇവിടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾ വളരെ ടേസ്റ്റിയാണ്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കിട്ടും. ഇതിനകത്തിൽ നല്ല പുളിയുണ്ട്, നല്ല കറക്റ്റ് എരിയൊക്കെയാണ്. സൂപ്പർ ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.